എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന 3D ചിത്രം 3-ാം ദിവസം തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഇപ്പോഴത്തെ ബറോസ് എന്ന ചിത്രത്തിന്റെ 2-ാം ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബറോസ് എന്ന 3D ചിത്രം കൂടുതലും കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ആദ്യ ദിവസം സമ്മിശ്ര അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,50,00,000 രൂപയും ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 5,55,00,000 രൂപയും ചിത്രം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ബറോസിന്റെ 2-ാം ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ ചിത്രത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത് 1,50,00,000 രൂപ തന്നെയാണ്. ഇതോടെ ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് 3 കോടി രൂപയോളമാണ്. 3-ാം ദിവസമായി ഇന്ന് ഈ സമയത്ത്, അതായത് ഉച്ച സമയത്ത് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 1,500-ൽ പരം ടിക്കറ്റുകളാണ്. സമ്മിശ്ര അഭിപ്രായങ്ങൾ വന്നിട്ട് പോലും ചിത്രത്തിന് ഇന്നും തിയേറ്ററുകളിൽ അത്യാവശ്യം തിരക്ക് കാണുന്നതിനുള്ള ഉദാഹരണം തന്നെയാണ് ഇപ്പോഴത്തെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ്. ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 5,55,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രത്തിന് 2-ാം ദിവസത്തെ ആഗോള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം 8-9 കോടി റേഞ്ചിലായിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ 3-ാം ദിവസമായി ഇന്നും കേരള ബോക്സ് ഓഫീസിലും ഓവർസീസിലും അത്യാവശ്യം മെച്ചമുള്ള ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന ചിത്രം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എത്രയായിരിക്കും ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ, ആഗോള കളക്ഷൻ എത്ര നേടുമെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.